നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അതെവിടെ സംഭവിച്ചാലും അതിൻ്റെ അങ്ങേയറ്റത്തെ ക്രൂരത അനുഭവിക്കുന്നത് ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്. യുദ്ധം അവസാനിച്ചാലും കയറിക്കിടക്കാൻ ഒരു പാർപ്പിടമില്ലാതെ ടെൻറ്റുകളിലും ഉറ്റവരെയും സുഹൃത്തുക്കളെയും എല്ലാം നഷ്ടപ്പെട്ട അനാഥരായി ഭക്ഷണവും വസ്ത്രവുമില്ലാതെ അവർക്ക് ജീവിക്കേണ്ടി വരിക മാസങ്ങളാണ്. അതുകൊണ്ടാണ് യുദ്ധം ആരും ആഗ്രഹിക്കാത്തതും. ഇപ്പോൾ ഇറാനിൽ നിന്നുള്ളൊരു ആകാശ കാഴ്ച അതെല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കുന്നതാണ്. അറിവിൻ്റെ വെളിച്ചം തേടി പുസ്തക സഞ്ചികളുമായി എത്തിയ 150ഓളം പെൺകുട്ടികൾ ഒരൊറ്റ സെക്കൻഡിലാണ് ചാരമായ വാർത്ത ലോകത്തെ നടുക്കിയത്. മിനാബിലെ ആ സ്കൂൾ ചുവരുകളിൽ ഇന്ന് പതിഞ്ഞിരിക്കുന്നത് കേവലം സ്ഫോടനത്തിൻ്റെ കറകളല്ല, മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ സാമ്രാജ്യത്വ വേട്ടയാടലിൻ്റെ ചോരപ്പാടുകളാണെന്നാണ് റിപ്പോർട്ടുകൾ. ആ സ്കൂളുകൾക്ക് നേരെ ഇറാൻ തന്നെയാണ് ആക്രമണം നടത്തിയത്. അല്ലെങ്കിൽ ലോക മനസാക്ഷിയെ പിടിച്ചുലുക്കിയ ഈ ഒരു സംഭവം കൊണ്ട് ഇറാനെ അനുകമ്പ നേടാനായിട്ടാണ് ഇത്തരത്തിൽ 150ഓളം പെൺകുട്ടികളെ കുരുതി കൊടുത്തത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ മണ്ണിൽ പെയ്തിറങ്ങിയ മാരകായുധങ്ങൾ തകർത്തത് പക്ഷേ കേവലം ഒരു കെട്ടിടത്തെയല്ല, മറിച്ചൊരു തലമുറയുടെ സ്വപ്നങ്ങളെയാണ്. എന്നാൽ ഇറാനിയൻ പതാക പുതച്ച ആ ചെറിയ ശവപ്പെട്ടികൾ ലോകത്തിന് നൽകുന്ന സന്ദേശം വിലാപത്തിൻ്റെതല്ല, മറിച്ച് അചഞ്ചലമായ പ്രതിരോധത്തിൻ്റെതാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടത് ഇപ്പോൾ ട്രംപ് ഭരണകൂടമാണ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് പെൺകുട്ടികളുടെ കൂട്ട ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതിൻ്റെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു വലിയൊരു ഏക്കർ കണക്കിന് നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു സ്ഥലം, അവിടെ ഓരോ ചെറിയ ചെറിയ അളവിലായിട്ട് കൂട്ടക്കുഴിമാടങ്ങൾ എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ ഉത്തരവാദി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇറാൻ പറയുന്നത് ഇറാനല്ല, അതും ഇസ്രായേലുമല്ല, അമേരിക്കയാണ് ഈ ഒരു 150ഓളം പെൺകുട്ടികളെ വധിച്ചതിന് പിന്നിലെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാനിൽ ഇസ്രായേലും US-ഉം ആക്രമണം ആരംഭിച്ച ശനിയാഴ്ച പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആക്രമണം നടത്തിയത് US സൈന്യമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ US സൈനിക വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ തങ്ങൾ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന 2 US ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ചർച്ചയാകുന്നത്. ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ആക്രമിച്ചത് ആരാണെന്ന വിവരം ഉറപ്പിക്കാനാവൂ. അതേസമയം സ്കൂളിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാരണങ്ങൾ പ്രചരിക്കുമ്പോഴും തെളിവുകളുടെ അഭാവത്തിൽ ഒന്നും സ്ഥിരീകരിക്കാൻ വാർത്താ ഏജൻസികൾക്കുൾപ്പെടെ കഴിഞ്ഞിട്ടില്ല. സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് നൽകിയിരുന്നു. സ്കൂളിന് സമീപത്തുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നാവിക താവളത്തിൽ US ആക്രമണമുണ്ടായ അതേ സമയത്താണ് സ്കൂളിലും മിസൈൽ പതിച്ചത്. US അബദ്ധത്തിൽ സ്കൂൾ ആക്രമിച്ചെന്നായിരുന്നു മാധ്യമ റിപ്പോർട്ട്. ഇറാൻ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ സൈന്യം അന്വേഷണം ആരംഭിച്ചതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ബുധനാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ സ്കൂളിൽ ആക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണെന്ന് നേരത്തെ US വാദിച്ചിരുന്നു. 150ലധികം കുട്ടികൾക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. സ്കൂളിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ UN മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം അപലപിച്ചിരുന്നു. ന്യായീകരിക്കാനാവാത്ത കുറ്റമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അപലപിച്ചത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഈ ആക്രമണം ഒരു സാങ്കേതിക പിഴവാണെന്ന വാദം പച്ചക്കള്ളമാണെന്ന് ഇറാൻ വിളിച്ചു പറയുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത US ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടത് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ എങ്ങനെയാണ് ഒരു പെൺ പള്ളിക്കൂടത്തെ ലക്ഷ്യം വെച്ചതെന്ന ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ വൈറ്റ് ഹൗസ് പതറുകയാണ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അന്വേഷണം എന്ന പേരിൽ സമയം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇറാനിലെ സാധാരണക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യത്തിന്റെ പ്രതിരോധത്തെ തകർക്കാനുള്ള അമേരിക്കയുടെ സൈക്കോളജിക്കൽ വാർഫെയർ തന്ത്രമാണ് അവിടെ അരങ്ങേറുന്നത് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. എന്നാൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നത് സാമ്രാജ്യത്വത്തിന്റെ വ്യാമോഹം മാത്രമാണെന്ന് ഇറാൻ വിളിച്ചു പറയുന്നു. പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യവെക്കുമ്പോൾ തെക്കൻ തീരദേശ മേഖലകളിൽ അമേരിക്കയാണ് മരണം വിതയ്ക്കുന്നത്. മിനാബിലെ സ്കൂളിന് നേരെയുണ്ടായ ഈ ബോംബാക്രമണം ആ സംയുക്ത സൈനിക നീക്കത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പാണ്.
ബഹ്റൈൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ആ സമയം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ജനങ്ങളാണ് മരിച്ചു വീഴുന്നത്. മനാമയിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയും 2 ഹോട്ടലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ആളപായമില്ലെന്നും അതേസമയം സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിലെ തന്നെ മാ അമീറിൽ ഇന്നലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിലും എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചിരുന്നു. അതിനിടെ ഇറാൻ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് സൗദി അറേബ്യ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം ലക്ഷ്യമിട്ടെത്തിയതായിരുന്നെന്നും ഇവയെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. ഇറാനെതിരെ US കനത്ത തിരിച്ചടി നൽകുകയാണെന്നും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം 90% കുറഞ്ഞുവെന്നും ഡ്രോൺ ആക്രമണത്തിൽ 83% കുറവുണ്ടെന്നും US സെൻട്രൽ കമാൻഡ് ഹെഡ് ബ്രാഡ് കൂപ്പർ പറഞ്ഞു. ഇറാൻ നേവിക്കെതിരെയുള്ള ആക്രമണം അമേരിക്ക കൂടുതൽ കടുപ്പിക്കുകയാണെന്നും ഇതുവരെ ഇറാന്റെ 30 കപ്പലുകളെങ്കിലും US തകർത്തുവെന്നും ഡ്രോൺ കാരിയർ ഉൾപ്പെടെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്നും ബ്രാഡ് കൂട്ടിച്ചേർത്തു. പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ അടിത്തറ തകർക്കണമെന്നാണ് പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും ഭാവിയിൽ മിസൈൽ ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായി ഇസ്രായേലുമായുള്ള യുദ്ധം തീവ്രമാകുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള സൈനിക നീക്കത്തെയും നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്നാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കിയത്. അമേരിക്കൻ സൈന്യം ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ അത് അവർക്ക് വലിയ ദുരന്തമായി മാറുമെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിനോ അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾക്കോ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ ആഗോള സംഘർഷങ്ങൾക്ക് വലിയ ഇടവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ GCC രാജ്യങ്ങൾക്കെതിരെയൊക്കെ തന്നെ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ട് ശത്രുക്കളുടെ എണ്ണം കൂട്ടുന്ന രീതിയാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.